ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം. കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളെ പരീക്ഷിക്കേണ്ടതിനും യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളുടെ തലമുറയെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനുമായി യഹോവ വെച്ചിരിക്കുന്ന ജാതികളാവിത്. ന്യായാധിപന്മാർ, രൂത്ത് എന്നീ പുസ്തകങ്ങൾ ഇസ്രായേലിന്റെ പരാജയ വിവരണമാണ് എടുത്തു കാണിക്കുന്നത്. അവർ യഹോവയെ അറിഞ്ഞിട്ടില്ല. ആരാണ് യഹോവയെ അറിയാതിരുന്നത്? അവർ യഹോവയെ ഇസ്രായേലിന് വേണ്ടി ചെയ്ത പ്രവൃത്തികളെ അറിഞ്ഞില്ല. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ വായിക്കുന്ന വാക്യങ്ങളാണ് ഇത് രണ്ടും. പിന്നെ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറ. ആദ്യത്തെ തലമുറ ദൈവത്തെ സേവിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും കനാൻ ദേശം സ്വന്തമാക്കുവാൻ എപ്രകാരം ത്യാഗം അവർക്ക് സഹിക്കേണ്ടി വന്നു എന്നും ദൈവം എപ്രകാരം അവരോട് കൂടെ ഇരുന്നു എന്നും വ്യക്തമായി അറിയാവുന്ന ഒരു തലമുറ. ആ തലമുറയുടെ കാലഘട്ടങ്ങളിൽ അവർ ദൈവത്തെ സേവിച്ചു. എന്നാൽ മൂന്നാമത്തെ തലമുറ യുദ്ധം അറിഞ്ഞിട്ടില്ല, യുദ്ധം ചെയ്ത രീതി അവർക്കറിയത്തില്ല. മിസ്രൈമിൽ നിന്ന് കുഞ്ഞാടിന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പോ, ചെങ്കടലിൽ കൂടി അവർ സ്നാനമേറ്റ കാര്യമോ, മരുഭൂമിയിൽ യഹോവയോട് കൂടെ ഉള്ള അവർക്ക് ഉണ്ടായ കരുതലോ ഇതൊന്നും അറിയത്തില്ലാത്ത പുതിയ ഒരു തലമുറ. അവർ എങ്ങനെയോ കനാൻ ദേശത്തിൽ എത്തപ്പെടുവാനിടയായിത്തീർന്നു. കനാൻ ദേശം സ്വന്തമാക്കുക, ആസ്വദിക്കുക എന്നുള്ളത് വളരെ അനായാസനം നേടിയെടുക്കുവാൻ കഴിഞ്ഞ കാര്യമല്ല എന്ന് ഒന്നാമത്തെ തലമുറയ്ക്ക് അറിയാമായിരുന്നു. എന്നാൽ മൂന്നാമത്തെ തലമുറ ഇതിൽ നിന്ന് പരാജയപ്പെട്ടും എങ്ങനെയാണ് ഇത് നേടിയെടുത്തതെന്ന് അറിയാതിരുന്നപ്പോൾ 3-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പറയുന്നു, കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേലിനെ ഒക്കെയും. യുദ്ധങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ല. യുദ്ധം ചെയ്യുവാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുകയും സഹായിക്കുകയും യുദ്ധത്തിൽ അവരോട് കൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തെ അവർ അറിയുന്നില്ല. ദൈവത്തിന്റെ പ്രവൃത്തിയെ അറിഞ്ഞിട്ടില്ല എന്ന് നാം അവിടെ കാണുകയാണ്. യുദ്ധം അറിഞ്ഞിട്ടില്ല, യുദ്ധം അഭ്യസിച്ചിട്ടുമില്ല. അഭ്യസിക്കേണ്ടതും ആവശ്യമാണ്. യുദ്ധം അഭ്യസിപ്പിച്ചത് ദൈവമാണ്. ദൈവം അവരെ എപ്രകാരം ഇത് നേടിയെടുക്കുവാൻ വേണ്ടി ഒന്നാമത്തെ തലമുറയോട് കൂടെ ഇരുന്നു എന്ന് അറിയാത്ത വേറൊരു തലമുറ ഈ കാലഘട്ടങ്ങളിലും ഈ പ്രതിസന്ധി നേരിടുന്നില്ലേ? പലരും ദൈവത്തെ കണ്ടിറങ്ങിയ പിതാക്കന്മാരുടെ തലമുറകൾ ഇന്ന് ദൈവത്തെ വേണ്ട, ദൈവത്തെ അറിയാത്തവരായി, ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് മനസ്സിലാക്കാത്തവരായി, ഉപദേശത്തിന് വേണ്ടി നിലകൊള്ളാത്തവരായി മുൻപോട്ട് പോകുന്നു.